അതേപോലെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ ICUവിലൊക്കെ രോഗികൾ വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം, നമുക്കറിയാം കോവിഡ് അന്ന് വ്യാപിച്ച സമയത്ത് ഈ പല രീതിയിലുള്ള ചികിത്സയും നമുക്ക് അവൈലബിൾ ആയിരുന്നു. നമുക്ക് അറിയാം മോണോക്ലോണൽ ആൻറ്റിബോഡി, അതേപോലെ റെംഡെസിവിർ പോലെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ, അതേപോലെ തന്നെ നമ്മളെ പ്രതിരോധ ശക്തിയെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആയിട്ടുള്ള പല മരുന്നുകൾ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കേസുകളുടെ എണ്ണം വളരെ കുറഞ്ഞ ഒരവസ്ഥയിൽ രാജ്യത്ത് ഈ മരുന്നുകൾക്കൊക്കെ ലഭ്യതയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് ഈ മരുന്ന് കിട്ടാനില്ല. ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഒരു ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് നോക്കിയപ്പോൾ ICUവിൽ ആ മരുന്ന് കിട്ടാനില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഉടനടി തന്നെ ഈ മരുന്നുകളൊക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫലപ്രദമെന്ന് കണ്ട മരുന്നുകളൊക്കെ തന്നെ നമുക്ക് വീണ്ടും അവൈലബിൾ ആക്കുക എന്നുള്ളതും ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കോവിഡിന്റെ മാരകമായ വകഭേദങ്ങൾ നമ്മൾ 2019, 20, 21, 22 കാലത്ത് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ കോവിഡ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ വകഭേദം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ വ്യാപനശേഷി ഉണ്ട് എന്ന് മാത്രമാണോ, അല്ലെങ്കിൽ ഈ മാരകമായ കൂട്ടത്തിലേക്ക് അതിനെ നിലവിൽ ഇപ്പോൾ നമുക്ക് കൂട്ടാൻ കഴിയുമോ? നമുക്ക് ലോകാരോഗ്യ സംഘടന നമ്മൾ ഇത്തരം വകഭേദങ്ങളെ, പ്രത്യേകിച്ച് പുതിയ വകഭേദങ്ങളെ വരുന്ന സമയത്ത് അതിൽ നമ്മൾ ചില ഈ കാര്യങ്ങളായിട്ട് ചില വിഭാഗങ്ങളായി തിരിക്കാറുണ്ട്. അതിനകത്ത് നമ്മളൊന്ന് വേരിയൻസ് ഓഫ് കൺസേൺ, നമുക്ക് ഇതെന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ നമുക്ക് പഠനം വേണ്ടതാണോ. ഈ രണ്ട് വിഭാഗത്തിലും ഈ പുതിയ വകഭേദത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. വേരിയൻസ് അണ്ടർ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ പുതിയ വകഭേദത്തെ ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നേരത്തെ ഒക്കെ നമ്മൾ കണ്ട പോലെ തന്നെ, ഈ വകഭേദങ്ങൾക്കൊക്കെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ചെറിയ ജനിതക വ്യത്യാസം വന്ന് വീണ്ടും ഈ ഗുരുതര രോഗം ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു പുതിയ കേസുകളുടെ എണ്ണം കൂടുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കോവിഡ് വാക്സിൻ 2 ഡോസും എടുത്തവരാണ് നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മളിൽ മിക്കവരും എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് കാര്യമില്ല എന്നാണോ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലങ്ങളിൽ? ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ കാര്യമില്ല എന്നല്ല. നമ്മളിപ്പോൾ ഓരോ വകഭേദങ്ങൾ വരുമ്പോഴും അതിന് മുമ്പുള്ള നമ്മുടെ വാക്സിനുകൾ മൂലമോ അതല്ലെങ്കിൽ പഴയ അണുബാധ മൂലമോ നമുക്ക് ആർജിച്ച പ്രതിരോധ ശക്തിയെ അതിനെത്ര കണ്ട് അതിന് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പോഴത്തെ പുതിയ ഈ ഒമിക്രോൺ വകഭേദങ്ങൾക്കൊക്കെ ഈ ഒരു ചെറിയൊരളവ് വരെ ഈ മുമ്പത്തെ വാക്സിനുകൾ മൂലം അതല്ലെങ്കിൽ നമ്മളെ ഈ പഴയ രോഗം മൂലം ആർജിച്ച പ്രതിരോധ ശക്തിയെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഒരു ഇമ്മ്യൂൺ എസ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്യൽ ഇമ്മ്യൂൺ എസ്കേപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആ പ്രതിരോധ ശക്തി നമ്മൾ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പല ആൾക്കാരും, പ്രത്യേകിച്ച് ആരോഗ്യമുള്ള ആൾക്കാരിലൊന്നും ഒക്കെ തന്നെ ഈ രോഗം വരുമ്പോഴൊന്നും ആരും ഗുരുതരാവസ്ഥയിലേക്ക് പോവാത്തതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. ഡോക്ടർ, അതുപോലെ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ പറയുമ്പോൾ ഈ മരണ കണക്കിനെ കുറിച്ച് പറയുകയുണ്ടായല്ലോ, അതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രായം കൂടുതലുള്ള ആളുകളാണ് ഇത്തരത്തിൽ കോവിഡ് വന്ന് ഈ ഒരു വകഭേദം ബാധിച്ച് മരിക്കുന്നത് എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? നേരത്തെ 3 കാറ്റഗറി ആൾക്കാരെ പറഞ്ഞു മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞത്. ഒന്ന് പ്രായാധിക്യമുള്ള ആൾക്കാർ, ഗർഭിണികൾ, അതല്ലെങ്കിൽ മറ്റ് ഗുരുതര രോഗമുള്ളതോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇവരിലൊക്കെ തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നതോ ന്യൂമോണിയയിലേക്ക് പോകാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് രോഗത്തിൻ്റെ കാര്യത്തിലും, പ്രത്യേകിച്ച് വൈറസ് അസുഖത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ ആ രീതിയിലാണ് നമ്മൾ കാണാറ്. നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ ശക്തി ഇത്തരം ആൾക്കാരിൽ അത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. മറ്റൊരു കാരണം, അവരുടെ പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും പൊതുവെ ഈ തകരാറിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അണുബാധ, മറ്റൊരു രോഗം വരുന്ന സമയത്ത് അത് കൂടുതൽ തകരാറിലേക്ക് പോവുകയും ഈ പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും മോശമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് അവർ ഈ അധികവും നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്.